പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡൽഹി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മുൻ WWE റെസ്ലർ ആയിരുന്ന മാറ്റ് റിഡൽ TNA റെസ്ലിംഗിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. TNAയുടെ ഈ ശനിയാഴ്ച കഴിഞ്ഞ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവൻറ്റിൽ സർപ്രൈസ് അപ്പിയറൻസ് ആണ് മാറ്റ് റിഡൽ ഒരു മത്സരത്തിന് വേണ്ടി നടത്തിയത്. മത്സരത്തിൽ മാറ്റ് റിഡലിൻ്റെ ടീമിന് വിജയിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും മാറ്റ് റിഡൽ TNAയിലേക്ക് വന്നത് കുറേയധികം ആരാധകർക്ക് വലിയ സർപ്രൈസ് ആയിരുന്നു. ആ ഇവന്റ് കാണാൻ വന്ന ആരാധകർ പോലും റിഡിലിന്റെ അപ്പിയറൻസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹാർഡി ബോയ്സും ഒത്തിട്ടുള്ള ഒരു ടീമിന്റെ ഭാഗമായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ റിഡിലിന്റെ ഈ ഒരു അപ്പിയറൻസ് തുടർന്നും TNA റെസ്ലിംഗിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് റിഡിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കോൺട്രാക്റ്റ് ഒന്നും നിലവിൽ സൈൻ ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു ഷെയ്ക്ക് ഹാൻഡ് ഡീൽ പോലെ ഒന്നോ രണ്ടോ അപ്പിയറൻസ് നടത്താൻ സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തായാലും TNA റെസ്ലിംഗുമായി റിഡിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു അപ്ഡേറ്റ് അവർ പുറത്തേക്ക് വിടും. അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അതുപോലെ തന്നെ റിഡിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ വെച്ച് പറഞ്ഞത് റിഡിലും റാൻഡി ഓർട്ടനും ഇപ്പോഴും സുഹൃത്തുക്കൾ ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം റോ ബ്രാൻഡിലെ റോ ടാഗ് ടീം ചാമ്പ്യന്മാരായിരുന്നു RK ബ്രോസ് എന്ന് പറയുന്ന ടീമിലെ അംഗങ്ങളായ റാൻഡി ഓർട്ടനും റിഡിലും. അവരുടെ ആ ഒരു കെമിസ്ട്രി ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ വർക്കൗട്ട് ആയതായിരുന്നു. റിഡിലിനെ പുറത്താക്കാമെന്നുള്ള ഒരു തീരുമാനം എടുത്തതാണ് ആ ടീം സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. അതിനു മുൻപ് റാൻഡി ഓർട്ടന് ഇഞ്ചുറി പറ്റിയിട്ട് റാൻഡി മാറി നിൽക്കുകയായിരുന്നു. റാൻഡി ഓർട്ടൻ തിരികെ വന്നപ്പോൾ റിഡിലാണെങ്കിൽ കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തിരുന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്പിന് ഇപ്പോൾ യാതൊരുവിധ പ്രശ്നവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതും റിഡിൽ ഇൻ്റർവ്യൂവിൽ വെച്ച് പങ്കുവെക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപുള്ള ഒരു ഇൻ്റർവ്യൂവിൽ റിഡിലിനോട് WWEയിലേക്ക് തിരികെ വരാൻ റാൻഡി ഓർട്ടൻ ആവശ്യപ്പെട്ടതായിട്ടും റിഡിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് റാൻഡി ഓർട്ടനെ മറ്റൊരു റെസ്ലിംഗ് കമ്പനിയിലെ റെസ്ലർ ചലഞ്ച് ചെയ്തതിനെ സംബന്ധിച്ചാണ്. അതായത് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ നിലവിലെ ചാമ്പ്യന്മാരിൽ ഒരാളായ ഗേബ് കിഡ് എന്ന് പറയുന്ന റെസ്ലർ റാൻഡി ഓർട്ടനെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ റിങ്ങിലേക്ക് മത്സരത്തിന് വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്തിരിക്കുന്നു. നിൻ്റെ ബോസിനോട് സംസാരിച്ച് എൻ്റെ ആ പ്രൊമോഷനിലേക്ക് വരൂ, എനിക്കെതിരെ മത്സരിക്കൂ എന്നുള്ളതാണ് റാൻഡി ഓർട്ടന് മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഒരു ചലഞ്ച്. റാൻഡി ഓർട്ടനെ മെൻഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. റാൻഡി ഓർട്ടന് ഈ റെസ്ലർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും ഞാൻ ചെയ്യുന്നത് പോലെയൊന്നും നിനക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള വലിയൊരു വെല്ലുവിളിയും ഈ താരം റാൻഡി ഓർട്ടനെതിരെ ഇപ്പോൾ വലിയൊരു വെല്ലുവിളിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റിന് 6 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് ലഭിച്ചിട്ടുണ്ട്. കുറേയധികം പ്രതികരണങ്ങളും ഈ പോസ്റ്റിന് കീഴെ വരുന്നുണ്ട്. റാൻഡി ഓർട്ടനെയൊക്കെ വെല്ലുവിളിച്ച് നീ ഫേമസ് ആകാൻ നോക്കുകയാണോ എന്നുള്ള പ്രതികരണമാണ് റാൻഡി ഓർട്ടൻ്റെ ആരാധകരുടെ ഭാഗത്ത് നിന്ന് താരത്തിന് കേൾക്കേണ്ടി വരുന്നത്. ഓൾറെഡി ഈ ഒരു റെസ്ലർ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ജനുവരി മാസത്തിലെ സ്പെഷ്യൽ ഇവൻറ്റിൽ കെന്നി ഒമേഗയ്ക്കെതിരെ മത്സരിക്കുന്നുണ്ട്. കെന്നി ഒമേഗയുടെ റിട്ടേൺ മാച്ച് ഗേബ് കിഡ് എന്ന് പറയുന്ന ഈ റെസ്ലറിനെതിരെയാണ് ഇപ്പോൾ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ കൺഫേം ആയിട്ടുള്ളത്. ഗേബ് കിഡ് എന്ന് പറയുന്നത് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലെ തന്നെ വളർന്നു വരുന്ന യുവതാരങ്ങളിൽ ഒരാളാണ്. നിലവിലെ ചാമ്പ്യനാണ്. റാൻഡി ഓർട്ടനെ വെല്ലുവിളിക്കുന്നതിലൂടെ കുറച്ച് മെയിൻ സ്ട്രീം അറ്റൻഷൻ കിട്ടും. ആ ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മത്സരങ്ങളിലെ കൂടുതൽ വ്യൂവർഷിപ്പ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് താരം ശ്രമിക്കുന്നത്. റാൻഡി ഓർട്ടനെ വെല്ലുവിളിക്കുന്നതിലൂടെ അതിൽ താരം വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അവസാനമായി പങ്കുവെക്കാനുള്ളത് റോമൻ റീൻസ് വേഴ്സസ് CM പങ്ക് തമ്മിലുള്ള മത്സരം വരാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോമൻ റീൻസും CM പങ്കും 2 സൂപ്പർ താരങ്ങളാണ്. ഇവർക്ക് തമ്മിലുള്ള കെമിസ്ട്രിയും ഹിസ്റ്ററിയും എങ്ങനെയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. റോമൻ റീൻസിൻ്റെ ഷീൽഡ് എന്ന് പറയുന്ന ഫാക്ഷൻ WWEയുടെ മെയിൻ റോസ്റ്ററിൽ വരാനുള്ള കാരണം CM പങ്ക് ആയിരുന്നു. അങ്ങനെ ഒരു ലോങ് ടൈം ഹിസ്റ്ററി ഇവരുടെ സ്റ്റോറിക്ക് പിറകിലുണ്ട്. അപ്പോൾ റോമൻ വേഴ്സസ് പങ്ക് തമ്മിലുള്ള ഒരു സ്റ്റോറി ഇപ്പോൾ വന്നാൽ നല്ല രീതിയിലുള്ള ഒരു അറ്റൻഷൻ ആ ഒരു സ്റ്റോറിക്ക് കിട്ടും. കൂടാതെ അവരുടെ മത്സരം വരുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് ഏതായാലും അത് സോൾഡ് ഔട്ട് ആകാൻ നിമിഷ നേരം മാത്രം മതി. അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവായിരുന്നു സർവൈവർ സീരീസ് വാർ ഗെയിംസ് 2024 റോമൻ്റെയും CM പങ്കിൻ്റെയും ആ മൊമെൻറ്റ്സ് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ആ വീഡിയോസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ 100 മില്യണിൽ അധികം വ്യൂവേഴ്സാണ് ഇപ്പോൾ അവരുടെ മാത്രം റീലിന് ലഭിച്ചിരിക്കുന്നത്. ഒരൊറ്റ റീലിന് മാത്രം. മറ്റ് റീലുകൾക്ക് 30 മില്യനും 25 മില്യൺ വ്യൂസും കിട്ടുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ആരാധകർ റോമൻ റീൻസ് CM പങ്ക് തുടങ്ങിയവർ ഓൺ സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന സമയത്ത് ആ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന് പിറകിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഫ്യൂഡ് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. റോമൻ വേഴ്സസ് പങ്ക് ഇപ്പോൾ
ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഒരു സ്റ്റോറി വരികയാണെങ്കിൽ ആരെ വിജയിപ്പിക്കുമെന്നുള്ളത് ക്രിയേറ്റീവ് ടീമിന് വലിയ തലവേദനയുള്ള ഒരു കാര്യമാണ്. റോമനാണ് നിലവിൽ ടോപ്പായിട്ട് നിൽക്കുന്നത്. എന്നാൽ തിരികെ വന്ന പങ്ക് റോമനെ പോലെയുള്ള ജൂനിയർ ആയിട്ട് നിൽക്കുന്ന ഒരു റെസ്ലറിനെതിരെ പരാജയപ്പെടാൻ ഒരുക്കമാകുമോ എന്നുള്ളൊരു ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ രണ്ട് റെസ്ലേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ പോൾ ഹേമൻ്റെ മധ്യസ്ഥതയിൽ തീർത്തതുപോലെയാണ് സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ കാണിച്ചിട്ടുള്ളത്. രണ്ട് റെസ്ലേഴ്സും നിലവിൽ ഫേസ് ക്യാരക്ടറാണ്. രണ്ട് റെസ്ലേഴ്സും വ്യത്യസ്ത ബ്രാൻഡുകളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ രണ്ട് റെസ്ലേഴ്സ് ഉടനെ ഒരു സ്റ്റോറി വരാൻ സാധ്യതയില്ല. പക്ഷേ അടുത്ത വർഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നും തള്ളിക്കളയാൻ സാധിക്കില്ല. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.